ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് 1050 സ്ക്വയർ ഫീറ്റ് പ്ലാനും പിന്നെ അതിൻ്റെ 3D എലിവേഷനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 ബെഡ്റൂം പ്ലസ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഡൈനിങ്, കിച്ചൺ, ലിവിംഗ് റൂം ഇതൊക്കെയാണ് ഈ പ്ലാനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ് ആണ്, സിംഗിൾ ഫ്ലോർ ഹൗസാണിത്. ഈ ഒരൊറ്റ നില വീടെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നോർമലി സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാനിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 3 മീറ്റർ ലെങ്ത്തിലാണ് ഈ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിറ്റ് ഔട്ടിലേക്ക് കയറി ചെല്ലുവാണെങ്കിൽ ലിവിങ് റൂമിലേക്കാണ് പോവുക. ലിവിങ് റൂമിൽ എൽ ഷേപ്പ്ഡ് സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു TV സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഡൈനിങ് ഏരിയയിൽ 6 പേർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ 6 പേർക്ക് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഡൈനിങ് ആണിത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ബെഡ്റൂമും പിന്നെ അതിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റും പിന്നെ ഡ്രസ്സിങ് അങ്ങനെയുള്ളതൊക്കെ ഇത് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂമും ഫ്രണ്ട് ഫേസ് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ പോവുകയാണെങ്കിൽ കോമൺ ടോയ്ലറ്റാണ് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നത്. ടോയ്ലറ്റ്, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബെഡ്റൂം, പിന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, പിന്നെ ഡ്രസ്സ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ബെഡ്റൂമാണ്. അവിടെ ടോയ്ലറ്റൊന്നും ആഡ് ചെയ്തിട്ടോ ഇല്ല, കാരണം വെച്ചാൽ അതൊരു ചെറിയൊരു ബെഡ്റൂമായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ കിച്ചൺ എന്ന് പറയുന്നത് നോർമലി എൽ ഷേപ്പ്ഡ് ഒരു സിമ്പിളായിട്ട് ചെയ്തൊരു കിച്ചണാണ്. ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്യാം, പിന്നെ സിങ്ക്, പിന്നെ അടുപ്പ് ഇവിടെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത് ഈസ്റ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് വരുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പ്ലാൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വന്നിട്ട് ഇതിൻ്റെ 3D എലിവേഷൻ, അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പ്ലാനിൻ്റെ 3D എലിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചപ്പോൾ എന്നോട് ക്ലയൻറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്താ പറയുക, എന്നാലും കാണുമ്പം കുറച്ച് മോഡേണും പിന്നെ എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഹെവി വർക്കും കാര്യങ്ങളൊന്നും കൊണ്ടുവരാണ്ട് സിമ്പിളായിട്ട് കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ മൊത്തമായിട്ട് ഒരു ക്ലാഡിങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാഡിങ് സ്റ്റോൺ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ പല പെയിൻറ്റ്, ടെക്സ്ചർ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ കൊണ്ടുവരാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് സിമെൻറ്റ് കോൺക്രീറ്റിൽ ചെയ്തിട്ട് ഗ്രൂവ് ചെയ്തെടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ സിറ്റ് ഔട്ടിൽ ഈ ഒരു CNC പ്ലെയിനായിട്ട് കിടക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു CNC കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ലെങ്ത്തായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണോ, ഇപ്പോൾ ഫുള്ളായിട്ട് ഒരു നല്ലൊരു സ്പേസ് ഉള്ള ഇപ്പോൾ ഒരു സിറ്റ് ഔട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫുൾ ലെങ്ത്തായിട്ട് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ ഇതിൻ്റെ മേലെ പാരപ്പറ്റ് ഹൈറ്റിൽ ഗ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റും ഗ്രിൽ വർക്കും ആണ് ഇതിൻ്റെ മേലെ ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് നോക്കുന്നതാണെങ്കിൽ ഇതിൽ സ്റ്റോൺ വിത്ത് ഗ്രാസ് ആണ് ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇത് ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കും ആ ഒരു വീട്ടിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇപ്പം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ കുറച്ച് സ്പോർട്സ് ലൈറ്റ് അങ്ങനെയൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആവാതെ വീഡിയോ എടുക്കാൻ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാനും അല്ലെങ്കിൽ ഈ ഒരു എലിവേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.